പേര് സുദർശൻ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 30 വർഷമായിട്ട് പ്രകൃതി ജീവനായ കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ക്ലാസ്സുകൾ പല ഭാഗത്തും എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ജൈവകൃഷി അത് വളരെ കൂടുതൽ താല്പര്യമെടുത്ത് അങ്ങനെ വീട്ടിലെ കൃഷിയൊക്കെ ജൈവകൃഷിയുടെ മാതൃകയിൽ തന്നെ നടത്തുന്നു. അതിനെക്കുറിച്ച് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ പരിപാടികൾ. ഇനി നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് പ്രമേഹം? പ്രമേഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് മില്ലറ്റ്സിനെ കുറിച്ച് പറയാനാണ്. അതുകൊണ്ട് മില്ലറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഊന്നിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോ എന്താണ് മില്ലറ്റ്സ്? അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നൊരു 2-3 വർഷമായിട്ടുള്ള ഈ മില്ലറ്റ്സ് എന്നുള്ള സംഗതി വ്യാപകമായിട്ടൊരു പ്രചാരം കിട്ടിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെയാണ്, എന്താണ് ഈ മില്ലറ്റ്സിന്റെ പ്രത്യേകത, എന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് അതിലൂടെ നമ്മുടെ രോഗങ്ങൾ മാറ്റാനായി കൊണ്ട് സാധിക്കുക എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2023 എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യൻ മില്ലറ്റ്സ്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് മില്ലറ്റ്സിന് കൂടുതൽ പ്രാധാന്യം ഉള്ള ഒരു രാജ്യമാണ്. അതിന്റെ മാജിക് മനസ്സിലാക്കുകയും പ്രധാനമന്ത്രി അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് UNOയ്ക്ക് കൊടുക്കുകയും അതിന്റെ ഡീറ്റെയിൽസും കൂടെ അത് മുഴുവൻ വിശദമായിട്ട് പഠന വിധേയമാക്കിയതിനു ശേഷം 1 വർഷം മില്ലറ്റ്സിനെ കുറിച്ച് ലോകവ്യാപകമായിട്ട് ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കാനായി കൊണ്ട് തീരുമാനിക്കുകയും ചെയ്തു UNO. അതിന്റെ അടിസ്ഥാനത്തിൽ മില്ലറ്റ്സ് ഇന്റർനാഷണൽ മില്ലറ്റ്സ് ഇയർ ആയിട്ട് 2023 പ്രഖ്യാപിച്ചു. ഇന്ത്യയില് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ധാന്യങ്ങളാണ് മില്ലറ്റ്സ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് വർഷം പറഞ്ഞാല് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾ കൂടുതലും ഗോതമ്പിലേക്കും അരിയിലേക്കും ഒക്കെ കടന്നു. എന്താ കാരണം എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. കാരണം ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് കുറെ വർഷങ്ങളായിട്ട് ഈ അരിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ധാന്യം എന്ന് പറയുന്നത് മില്ലറ്റുകളാണ്. റാഗി ഇപ്പോഴും സ്ഥിരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കും അല്ലെ? ജനിച്ചു വീണ കുട്ടികൾക്ക് മിക്കവാറും കുറച്ചു കാലത്തേക്ക് റാഗി 1 വർഷമൊക്കെ സ്ഥിരമായി കൊടുക്കും. അത് കഴിഞ്ഞ് എല്ലാവരും നിർത്തിയിട്ട് അരിയിലേക്ക് കിടക്കും. എന്തിനാണ് അരിയിലേക്ക് കിടക്കണമെന്ന് മനസ്സിലാവില്ല. കാരണം ഇത്രയും നല്ല സൂപ്പർ ഫുഡ് വേറെ ഏതിലും ഇല്ല. അത്രയും ഇൻഗ്രീഡിയൻസ്, നല്ല ഏറ്റവും നല്ല മിനറൽസും അതുപോലെ ധാതുക്കളായിട്ടുള്ള കുറെ സാധനങ്ങൾ, വൈറ്റമിൻസ്, അങ്ങനെ ഉള്ള ഏറ്റവും കൂടുതൽ ഉള്ള സാധനമാണ് റാഗി എന്ന് പറഞ്ഞ സാധനം. റാഗി നിർത്തിയിട്ട് ചോറിലേക്ക് കിടക്കും. അപ്പൊ അവനെ ശരിക്കും ആ കുട്ടികളെ ബുദ്ധിപരമായിട്ടും ശാരീരികപരമായിട്ടും അവനെ അധമ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് അമ്മമാര്. പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് അരിയിലേക്ക് കിടക്കും. എന്ത് പരിഷ്കാരമാണ്? ആരോഗ്യം നശിപ്പിച്ചിട്ട് പരിഷ്കാരം, ഞാൻ വലിയ പരിഷ്കാരം, ഞാൻ ചോറ് വയ്ക്കുന്ന ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കുന്ന ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടും മനസ്സിലാവണില്ല. അതുപോലെ കുറച്ച് പ്രായമായ ആളുകളും മില്ലറ്റ്സിലേക്ക് വരുന്നില്ല. മില്ലറ്റ്സ് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ എന്ന് പറയും. അത് കോറ, നമ്മുടെ സാധാരണ കോറയില്ലേ, പാലക്കാട് ജില്ലയിൽ കോറ എന്നാ പറയാം. ആക്ച്വലി അതിന്റെ പേര് റാഗി എന്നാണ് പറയാ. അല്ലെങ്കിൽ നമ്മുടെ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മുത്താറി എന്നാണ് പറയുക. മലയാളത്തിലെ ഡിക്ഷണറി നോക്കുമ്പോൾ മുത്താറി എന്നാണ് കാണുന്നത്. ഓക്കെ, അത് മാത്രമല്ല ചെറു ചോളം അല്ലെ, മണിച്ചോളം എന്ന് പറഞ്ഞ സാധനം ചെറിയ അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ കാക്കച്ചോളം എന്ന് പറഞ്ഞ സാധനം, വടക്കഞ്ചേരി ഭാഗത്ത് കാക്കച്ചോളം ഉണ്ടായത്. അത് കുറച്ച് വരച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഈ മണിച്ചോളത്തിന്റെ അതേ മാതിരി കറുപ്പ് നിറത്തിൽ കാണും. ചുവപ്പ് നിറത്തിലുണ്ട്, കറുപ്പ് നിറത്തിലുണ്ട്. ഇതൊക്കെ ഗംഭീരമായ സാധനങ്ങളാണ്. നിങ്ങൾ ഗോതമ്പൊക്കെ എവിടെയോ ദൂരെ മാറി നിൽക്കണം. കാരണം അതിന്റെ പോഷക മൂല്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. ഇനി അതല്ലാണ്ട് വേറെ കമ്പ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ആർവം പതിച്ചറുടെയൊക്കെ വീടിന്റെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കമ്പും കൂട് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഗംഭീര സാധനം. വേനൽക്കാലത്തൊക്കെ ഒരു അല്പം കമ്പും കൂടും കുറച്ച് മോരും കൂടെ ചേർത്തും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം കൂളായിട്ട്, ചൂടൊന്നും നമ്മളെ ബാധിക്കുകയില്ല. ഇത്ര മനോഹരമായ സാധനമാണ്. മാത്രമല്ല അതിനകത്തുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയുണ്ട്, ഒരുപാട് സംഗതി. ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഇപ്പൊ അന്യം നിന്നുപോയി എന്ന് പറയാം. നമുക്ക് തോന്നും നമ്മൾ ചോറ് കഴിക്കും, നമ്മൾ സാമ്പാർ കഴിക്കും,
പിന്നെ അതുപോലത്തെ കുറെ സാധനങ്ങളുണ്ട് നമുക്ക്. ഉരുളക്കിഴങ്ങും വറുത്ത് പൊരിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും, നമ്മളും കഴിക്കും. എന്നിട്ട് നമ്മൾ പരിഷ്കാരികളാണെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ പ്രമേഹവും വരും, ക്യാൻസറും വരും, ഇതുപോലത്തെ കുറെ സംഗതികളൊക്കെ വരും. എന്നിട്ട് അയ്യോ അയ്യോ എന്താ ചെയ്യുക, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഞാൻ വെജിറ്റേറിയൻ ആണ്. കുറച്ച് ആളുകൾ പറയുന്നുണ്ടായതാണ്, ഞാൻ വെജിറ്റേറിയൻ ആണ് എന്നിട്ടും എനിക്ക് രോഗം വന്നു. വെജിറ്റേറിയൻ ആയതുകൊണ്ട് എന്താ പ്രയോജനം? വെജിറ്റേറിയൻ ആണെങ്കിലും എല്ലാ പോഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ കിട്ടിയെങ്കിലേ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ വെജിറ്റേറിയൻ ആവണതിലൊന്നും വലിയ അർത്ഥമില്ല. ഇന്ന് നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ അസുഖം വരില്ലേ? അസുഖം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്നത്തെ നോൺ വെജിറ്റേറിയൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. അത് കഴിക്കണമെന്നല്ല, അത് കഴിക്കാം, പക്ഷെ ഏത് കഴിക്കണം? വിഷങ്ങളില്ലാത്ത സാധനം എവിടെയാണ് കിട്ടുക? അവിടേക്ക് പോയി വാങ്ങിക്കണം, അല്ലെങ്കിൽ അവനവൻ ഉണ്ടാക്കണം. അതിനുള്ള സംവിധാനമൊക്കെ ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രമേഹം എന്ന് പറയുന്ന സംഗതി വളരെ വ്യാപകമായിട്ടുള്ള, ഇന്ത്യയിൽ ഇതിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ്. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഇന്ത്യക്കാരാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ഗോതമ്പ് അരിയും തന്നെയാണ്. അരി പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഈ പ്രമേഹം ഉണ്ടായിരുന്നോ? ഇല്ല. അതെന്താ ഇപ്പൊ മാത്രം അങ്ങനെ വരാൻ കാരണം? മരുന്ന് അടിക്കുന്നത് കൊണ്ടാണ്. 1965 ഇവിടെ ആദ്യമായിട്ട് രാസവളം എന്ന സാധനം കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്. അത് ആരും എടുത്തില്ല. രാസവളം അത് വേണ്ട, അന്ന് സൾഫേറ്റ് ആയിരുന്നു കൊണ്ടുവന്നത്. അതിന്റെ ആവശ്യമില്ല, ഞങ്ങള് കാലിവളോട്ടും കൃഷി ചെയ്യും, ഒരു പ്രശ്നമില്ല, അങ്ങനെ പറഞ്ഞു. കൃഷിഭവൻകാർ വിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പല സംഗതികളും പ്രലോഭനങ്ങളൊക്കെ കൊടുത്തു, തയ്യാറായില്ല. അപ്പൊ ഒരു ദിവസം ആലപ്പുഴയിലെ ഒരു കൃഷി ഓഫീസർ എന്ത് ചെയ്തു, ഈ സൾഫേറ്റ് ഒരു മുറത്തല ആക്കിയിട്ട് അയാൾ നേരിട്ട് റോഡിന്റെ സൈഡിലുള്ള ഒരു കണ്ടത്ത് കണ്ടു വതച്ചു. ഈ സാധനങ്ങൾ വിട്ടു, രാസവളം. സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാര് ഇത് കണ്ടു. രമേശ്, നിന്റെ പാടത്താന്തോ ആരടാ വേറെ എന്തൊക്കെ ചെയ്യണമല്ലോ എന്നോ. അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരാളിങ്ങനെ വിറയ്ക്കുന്നു. എല്ലാരും കൂടെ പൊട്ടിച്ച് എന്തോ വിഷമിടാണ് രണ്ട് പൊട്ടിച്ചു. അത് പോലീസ് കേസായി. ഞാൻ കൃഷി ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞ ഏലാഫീസറാണ്, അന്ന് ഏലാഫീസറാണ്, ഏലാഫീസറാണ് എന്നെ തല്ലിയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ്. അതാണ് ആദ്യത്തെ കേസ് ആലപ്പുഴ 1965. അതിനുശേഷം മനസ്സിലായത് രാസവളം ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് രാസവളം വളരെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ എല്ലാവരും രാസവളം ഇല്ലാണ്ട് കൃഷിയില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ പഴയ ആളുകളൊന്നും ജീവിച്ചിരുന്നില്ലേ? അവരൊന്നും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അവരൊന്നും വിള ഉണ്ടാക്കിയില്ലേ? അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ? ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മാത്രമേ ആരോഗ്യമുള്ളൂ? അല്ല, നമ്മൾ ഒരു പരിഷ്കാരത്തിന് വരുമ്പോൾ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ മറന്നു, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അത് മറന്നു. ഇത് സൗകര്യമാണല്ലോ. ഇത്ര യൂറിയ അങ്ങനെ വീശി കഴിഞ്ഞാൽ അത് എത്ര സ്പീഡിലാണ് വളരുക. അതുകൊണ്ട് എന്തൊക്കെ രോഗം വരണമെന്നുള്ള നമുക്ക് വിഷയമേ അല്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറില്ലേ? നമ്മളാണോ ഉത്തരവാദി? അത് ഉത്തരവാദി മൊത്തമായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് നമുക്ക് ഇത് മാറ്റാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ വയ്യ. മക്കൾക്ക് രോഗം വന്നാൽ അമ്മമാരെന്ത് ചെയ്യും? ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടും. അയ്യോ രോഗം വന്നു, ശരിയാക്കണം. അപ്പൊ അവനാണ് ഉത്തരവാദിത്വം ഇല്ലേ? നമ്മൾ എന്താണ് കൊടുക്കുന്നത് മക്കൾക്ക്, അതിനനുസരിച്ചല്ലേ രോഗം വരാണ്ടേക്ക് വെച്ച് ചെയ്യാം. ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ആർക്കും നേരമില്ല, സമയമില്ല, ഒന്നൊരു സംഗതിയില്ല. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്. 1ാം ക്ലാസ് മുതൽ ഈ MCom വരെ പഠിക്കുന്നതിനിടയിൽ എന്താ പറയാ, ഒരു വർഷം പോലും ആരോഗ്യം നിലനിർത്താനായിക്കൊണ്ട് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോ കഴിക്കണം, എത്ര അളവ് കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനവും ഞാൻ പഠിച്ചിട്ടില്ല. സ്കൂളിൽ ഒരു പുസ്തകങ്ങളിലും ഇല്ല, കോളേജിൽ ഒരു പുസ്തകങ്ങളിലും ഇല്ല. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം എന്തിനാണ്? സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞ കുറെ തീറ്റകളെ കുറിച്ച് പഠിച്ചു. ജീവിതത്തിൽ എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനല്ല, എൻ്റെ MSc കഴിഞ്ഞിട്ടുള്ള ആളുകളത് ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എവിടെ ഉപയോഗിച്ചിട്ടില്ല. എന്തിനാണ് ഈ ജാതി? അവനവൻ എന്ത് തിന്നാന്നുള്ളതിനെ കുറിച്ചെങ്കിലും പഠിപ്പിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആരോഗ്യമെങ്കിലും പേരിട്ടില്ല. നമുക്ക് ആരോഗ്യം വേണോ വേണ്ടയോ? പ്രമേഹ രോഗികൾ ഇവിടെ എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കാവോ? എല്ലാവരും പ്രമേഹ രോഗികളാ? പ്രമേഹം ഒരു രോഗമല്ല എന്ന് പറയും ചില ആളുകളൊക്കെ പറയും. സ്വാമിജി അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പ്രമേഹം രോഗമേ അല്ല, അതൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അതിന്
പരിഹാരവുമില്ല എന്നൊക്കെയാണ് പലരും പറയാം. ഡോക്ടർമാർക്ക് അങ്ങനെയാണ് പറയാം. അങ്ങനെയല്ല കേട്ടോ. അത് പ്രമേഹം പൂർണ്ണമായും മാറുന്നതാണ്, മാറ്റാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ വിചാരിച്ചാലേ മാറുള്ളൂ, അല്ലാണ്ട് ലോകത്ത് ആര് വിചാരിച്ചാലും മാറില്ല. മരുന്ന് പറഞ്ഞ സാധനം നോക്കിയിട്ട് പ്രമേഹം മാറ്റാന്ന് പറഞ്ഞാൽ മാറില്ല. ആ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോവാ. ഒരു ഡോക്ടർ പറഞ്ഞാണ്, ഒരു പ്രമേഹ രോഗിനെ കിട്ടിയാൽ രക്ഷപ്പെട്ടു, ഒരു ക്യാൻസർ രോഗിനെ കിട്ടിയാൽ ഒരു കാര്യമില്ല, അത് പെട്ടെന്ന് ചത്തുപോകും. ഇതാകുമ്പോ ഒരുപാട് കാലമായാൽ കൺസൾട്ടേഷൻ വരും. മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കൺസൾട്ടേഷൻ വരുമ്പോ കായ് കിട്ടില്ലേ, പൈസ കിട്ടി. ഇതാണ് പരിപാടി. അവരങ്ങനെ പറയും. അതായത് മാറ്റണം എന്നുള്ള സംഗതി പറയുന്നേ ഇല്ല. നടക്കുന്നതിൽ പ്രാവശ്യം ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോ ചെറുതായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോ അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അലോപ്പതി മരുന്ന് ഒന്നും ഞാൻ കഴിക്കില്ല, അങ്ങനെ വിചാരിക്കും വേണ്ട. എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്, അത് മാറ്റാനായിക്കൊണ്ട് എന്തെങ്കിലും സൂത്രങ്ങൾ പറഞ്ഞു തരും. ഇവിടെ സൂത്രങ്ങളില്ല. ഇവിടെ എങ്ങനെയാണ്, താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഓ എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. അപ്പൊ ഇരിക്കും, ഞാൻ അങ്ങനെയൊരു കാര്യങ്ങൾ പറയട്ടെ എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞ് പ്രമേഹത്തെ കുറിച്ച് വലിയ ഗംഭീരമായിട്ട് എന്നൊക്കെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രമേഹ രോഗികളെ കുറെ ആളുകളുടെ പ്രമേഹം മാറ്റിയിട്ടുണ്ട്. പ്രമേഹം മാറുക അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ ഈ പഠിച്ച പുസ്തകങ്ങൾ, ഒരു പഠിച്ച കുറെ പുസ്തകങ്ങൾ അവിടെ വെച്ചു. ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ പഠിച്ചാണ്, PhD എടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയൊക്കെ പറയാം, FRC ലണ്ടൻ എന്തൊക്കെ കുറെ ഡിഗ്രി ഒക്കെ ഉണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടും പ്രമേഹം മാറില്ല എന്നാണ് എല്ലായിടത്തും പറയുന്നത്. ഞാൻ അതൊന്നും ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് മാറും. മില്ലറ്റ്സിലേക്ക് കടന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഒരു മരുന്നും കഴിക്കണ്ട, മില്ലറ്റ്സ് മാത്രം കഴിക്കുക, വേറെ ഒന്നും കഴിക്കില്ല എന്ന് തീരുമാനിക്കുക. 3 മാസം കഴിഞ്ഞു, പ്രമേഹത്തിന്റെ പാട്ടിനങ്ങ് പോകും. പക്ഷെ നമ്മളത് ചെയ്യില്ല. നമുക്ക് ചോറ് ഉരുട്ടിയൊന്ന് മുഴുങ്ങിയാലേ നമുക്ക് സമാധാനമുള്ളൂ, അല്ലേ? അതാണ് ഭക്ഷണം. ബാക്കിയൊന്നും ഭക്ഷണമേ അല്ല. നിങ്ങൾ ചക്ക കുറെ പുഴുങ്ങി കഴിക്കുന്നത് അത് ഭക്ഷണമല്ലല്ലോ. അതെങ്ങനെ ഭക്ഷണം? ഭക്ഷണം പറഞ്ഞാൽ ചോറാണോ ഭക്ഷണം? അന്നം പറഞ്ഞാൽ അതാണോ? നിങ്ങൾ പറയുന്നില്ല കേട്ടോ, ഒന്നും മിണ്ടില്ല. എന്താണ് ഭക്ഷണം? അത് പച്ചക്കറികളോ പഴങ്ങളോ അല്ലെങ്കിൽ എന്തെല്ലാ സാധനങ്ങളും നമുക്ക് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിക്കൂടെ? എന്തിനാണ് ഇത് അരി മാത്രമേ ഉള്ളൂ ഭക്ഷണം എന്ന് പറയണത്? അരി കഴിക്കണമെങ്കിൽ എങ്ങനെ കഴിക്കണം? തവിട് ഒട്ടും കളയാതെ കഴിക്കണം, 100% തവിടിൽ കഴിക്കണം. എത്ര പേര് കഴിക്കും? പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ അങ്ങനെയാണല്ലോ കഴിച്ചിരുന്നത്. അവർക്ക് യാതൊരു രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. അത് വെളുപ്പിച്ച് അതന്നെ കുളിപ്പിച്ച് കുട്ടിയില്ലാതെ പോലെ വെളുപ്പിച്ച് നമ്മൾ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ കടന്നുപോയി. അപ്പൊ നമുക്ക് നിവൃത്തിയില്ല. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ചില ചിട്ടകൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മില്ലറ്റ്സിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് മില്ലറ്റ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ്? 5 മില്ലറ്റ്സിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് പറയാം. ബാക്കിയുള്ള മില്ലറ്റ്സ് ഉണ്ട്, 4 മില്ലറ്റ്സ്. അതിനെക്കുറിച്ച് ജനറൽ ആയിട്ടും പറയാം. 5 മെഡിസിനൽ മില്ലറ്റ്സ് ആദ്യം പറയാം. മില്ലറ്റ്സ് 9 ടൈപ്പ് മില്ലറ്റ്സ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിനൽ വാല്യൂ ഉള്ള 5 മില്ലറ്റുകളുണ്ട്. എല്ലാ രോഗങ്ങളെയും മാറ്റാൻ പറ്റുന്ന 5 അഞ്ചാമതിന്റെ പേര് ഓർമ്മിച്ചോളൂ, ചാമ. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ഏകാശിക്ക് കഴിച്ചിട്ടുണ്ടാവും. ചില സമയങ്ങളിലൊക്കെ ഇവിടെയുള്ള പാലക്കാട് ജില്ലയിലുള്ള ആളുകളൊക്കെ ഈ ചാമ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പല ഭാഗത്തും ചാമപ്പറമ്പ്, ചാമക്കണ്ടം എന്നൊക്കെ പറഞ്ഞ പല സ്ഥലങ്ങൾ പേരുകളുണ്ട്. എന്താ അങ്ങനെ പേര് വരാൻ കാരണം? ആ ഏരിയയിൽ ചാമ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പമ്പങ്ങോട് എന്ന സ്ഥലമുണ്ട്, അവിടെ കമ്പ് കൃഷി ചെയ്തിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ആ പേര് ഞങ്ങൾ വന്നത്. അപ്പൊ ഇവിടെ ചാമ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. ലിറ്റിൽ മില്ലറ്റ് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയും. അതാണ് ചാമ. എന്താണ് ചാമയുടെ പ്രത്യേകത? എല്ലാ മില്ലറ്റ്സും ഒരു കാര്യം മനസ്സിലാക്കും. പലരും അതിനകത്ത് സംസാരിക്കുമ്പോൾ ചില സംശയങ്ങൾ ചോദിക്കുന്നത് പറയും, ഇത് ചൂടല്ലേ, ചാമ ചൂടല്ലേ, അത് ഗർഭിണികൾ കഴിക്കാൻ പറ്റില്ലല്ലോ, അവര് സാധാരണ അയ്യോ ആ കുട്ടിക്ക് അത് കൊടുക്കാൻ പാടില്ല കേട്ടോ എന്ന് പറയും. അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ തൊട്ട് നോക്കി ഇല്ലല്ലോ, അത് ചൂടൊന്നും കാണാനില്ലല്ലോ എന്ന് പറയും. അപ്പൊ നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട പറയും. സത്യത്തിൽ എന്താണ് ചൂട് തണുപ്പുകൾ വ്യക്തമായി മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇത് വാട്ടർ കണ്ടൻസ് ഏറ്റവും കൂടുതലുള്ള ഭക്ഷണമാണ് ചാമ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് യാതൊരു പ്രോബ്ലവും ഇല്ല. അതിന് ചൂട് തണുപ്പുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, തണുപ്പുള്ള സാധനം തന്നെയാണ്. എന്ത് ചെയ്യണം? നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷമേ ഭക്ഷണം പാകം ചെയ്യാവൂ.
അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചൂടുള്ള പ്രശ്നമേ വരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്നും കൂടെ അറിയാം. അങ്ങനെ ചാമ കഴിച്ചാൽ എല്ലാം നല്ലതെന്നുകൊണ്ട് കാര്യമില്ല. എങ്ങനെയാണ് കഴിക്കേണ്ടത്? തലേ ദിവസം ആവശ്യമുള്ള സംഗതി വെള്ളത്തിലിടുക, ഒന്ന് നന്നായി കുഴച്ച് നന്നായി കഴുകുക, ഒറ്റ പ്രാവശ്യം കഴുകുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം കഴിക്കുക. അതിന് ഞങ്ങൾ വെള്ളം ഒഴിച്ച് അവിടെ വയ്ക്കുക. പിന്നെ ആ വെള്ളം കളയരുത്, അതിൽ ന്യൂട്രീഷൻ കൂടുതലുള്ളതാണ്. അത് നേരെ പാചകം ചെയ്യാം. കഞ്ഞി വെക്കാം, ഞാൻ എടുത്തിട്ട് വേണമെങ്കിൽ ദോശ അരയ്ക്കാം, ഇഡ്ഡലി ആക്കാം. അങ്ങനെ എപ്പോഴും എന്താണോ അരയ്ക്കുന്നത് അത് അപ്പം തന്നെ കഴിക്കണം. അല്ലാണ്ട് പുളിപ്പിച്ച് വളരെ മോശമാക്കിയ ശേഷമല്ല കഴിക്കുന്നത്. പുളിപ്പിച്ച് ഒരു ഭക്ഷണവും മനുഷ്യന് ചേർന്നതല്ല, മനുഷ്യന് കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാ രോഗങ്ങളും വരും. കാരണം അസിഡിറ്റി എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളുടെയും ബേസ് അതാണ്, അസിഡിറ്റിയാണ്. ഒരാളിപ്പോ ഈ അടുത്ത കാലത്ത് ഇന്നലെ സംസാരിച്ചിരുന്നു, വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ സംഗതി. അത് എന്തുകൊണ്ടാണ് വരുന്ന അറിയില്ല, അങ്ങനെ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, വീണ്ടും വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതിന്റെ കാരണം അവർക്ക് അറിയില്ല. കാരണം അസിഡിറ്റിയാണ്. അസിഡിറ്റിക്ക് കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി ഭക്ഷണമാണ്. ഭക്ഷണത്തിൽ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ അസിഡിറ്റി വരും. അരച്ച് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, അരച്ച് പുളിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ദോശ, ഇഡ്ഡലി, അപ്പം, ഈ 3 സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അസിഡിറ്റി വരും. അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും വരും. പ്രമേഹം വരും, എല്ലാ രോഗങ്ങളും വരും, ഇന്നതൊന്നുമില്ല, എല്ലാ രോഗങ്ങളും വരും. അതുകൊണ്ട് നല്ലതെന്താ, ഡോക്ടർമാർ പറയും, നിങ്ങൾ ഇഡ്ഡലി കഴിച്ചു, കുഴപ്പമില്ല, അത് വേവിച്ച സാധനമല്ലേ, ആവിയിൽ വേവിച്ച സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ രോഗിയാവണം, നാളെ വലിയ രോഗത്തിന് അടിമയായിട്ട് മാറണം, അതുകൊണ്ടാണ് അവർ പറയണത്. അല്ലേ? ഭക്ഷണയോഗ്യമല്ലാത്ത സാധനം കൃത്യമായിട്ട് വേവിച്ചിട്ട് ഡോക്ടർ കൊടുക്കുക. സാറേ ഇത് വേവിച്ചതാണ്, ആവിയിൽ വേവിച്ചാണ്, ആവിയിൽ പുഴുങ്ങിയാണ്, സാറൊന്ന് കഴിക്കും എന്ന് പറഞ്ഞാലേ അവർക്ക് ബോധം വരുന്നു. അപ്പൊ ഡോക്ടർമാരവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള വിശ്വാസമൊന്നും നിങ്ങൾക്ക് വേണ്ട. ഡോക്ടർമാരാണ് ഇരിക്കുന്നത്, അവർ കുറെ കാലം പഠിച്ചിട്ടുണ്ട്, 5 വർഷം പഠിച്ചിട്ടുണ്ട്. അവരതിന് പൈസയൊക്കെ ഉണ്ടാക്കണം, നിറയെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെയാണ് ബേസ് അവര്. അല്ലാതെ നിങ്ങളുടെ ആരോഗ്യം മാത്രമാണ് അവർക്ക് ലക്ഷ്യമെങ്കിൽ അവർ പലപ്പോഴും പല മരുന്നുകളും തരില്ല. ഇപ്പൊ പല പുതിയ ജനറേഷൻ വരുന്ന ഡോക്ടേഴ്സ് പല മരുന്നുകളും കൊടുക്കില്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ വയറിളക്കത്തിന് മരുന്ന് കൊടുക്കില്ല, ഛർദിക്ക് മരുന്ന് കൊടുക്കില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ ചെറിയ കുട്ടികളാണ്, ജസ്റ്റ് MBBS കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല. അവർക്കറിയാം അത് കൊടുക്കണ്ടെന്നത്. പക്ഷെ താപാനങ്ങളായി കഴിയുമ്പോൾ അവർ എല്ലാ മരുന്നുകളും അങ്ങനെ കൊടുക്കും. ശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണ് അത്. ഓക്കെ, നമ്മളിവിടെ ഞാൻ സംസാരിക്കുന്ന സംഗതി ഞാൻ ശാസ്ത്രത്തിന്റെ പിൻബലത്തിലൊന്നുമല്ല. പക്ഷെ എന്നാലും അവര് പഠിച്ചിട്ടുള്ള ശാസ്ത്രത്തിന്റെ കുറെ സംഗതികൾ നമ്മളും പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ് എടുക്കാൻ പോവുക. അല്ലെങ്കിൽ പറ്റില്ല. കാരണം ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഓക്കെ, ഒന്നാമത്തെ സാധനം ചാമ. ചാമയുടെ പ്രത്യേകത വിശദമായിട്ടൊന്ന് പറയാം. ചാമ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസ് മുഴുവൻ ശരിയാക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഹോർമോൺ ഇംബാലൻസുകൾ? അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, തൈറോയിഡ് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. പ്രമേഹവും അത് തന്നെയാണ്, അല്ലെ? ലിവറിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതും ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ഇനി അതല്ല, കുട്ടികൾ ഉണ്ടാവുന്നില്ല ചില ആളുകൾക്ക്, അങ്ങനെയാണെങ്കിൽ അതും ഹോർമോൺ ഇംബാലൻസ് ആണ്. ഇങ്ങനെ കുറെ രോഗങ്ങൾ, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ് പറയുന്ന കുറെ ഗ്ലാൻഡുകളുണ്ട്. അതില് ഹോർമോൺസ് സെക്രഷൻ ഉണ്ടാവും. ആ സെക്രഷന് ഇംബാലൻസ് ഒന്നിൽ കൂടുതൽ ഉണ്ടാവുക അല്ലെങ്കിൽ കുറവുണ്ടാവുക, അങ്ങനെ കൊണ്ടുണ്ടാവുന്ന കുറെ രോഗങ്ങൾ. ആ രോഗങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനെ കൊണ്ട് ചാമ സ്ഥിരമായി കഴിച്ചാൽ മതി. 3 നേരം കഴിച്ചാൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴേക്കും പ്രമേഹം ഏതിലേ പോയെന്ന് നിങ്ങൾക്ക് അറിയില്ല. അയ്യോ, ഞാൻ എന്താ ചെയ്യാ, പ്രമേഹം കാണാനില്ല എന്നവർക്ക് അറിയേണ്ടി വരും. അത്രയേ ഉള്ളൂ പ്രമേഹം. കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ജമ്മത്ത് മാറില്ല. അതാണ് അതിന്റെ അവസ്ഥ. ആദ്യം അത് മനസ്സിലാക്കുക. ചാമ ഹോർമോൺ ഇംബാലൻസുകൾ മുഴുവൻ മാറ്റാനെ കൊണ്ടുള്ള ഗംഭീരമായ ഒരു സാധനമാണ് ചാമ. ചാമയുടെ മറ്റു വിശേഷങ്ങളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ഈ മെയിൻ വിഷയം മാത്രമേ വിശദമായിട്ട് ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ള
ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം പറയാം. അതിനകത്ത് കൂടുതലുള്ള സാധനങ്ങൾ പ്രോട്ടീൻ വളരെ കൂടുതലുള്ള അരിയാണ്. അരിയിൽ പ്രോട്ടീൻ ഉണ്ടല്ലോ, അറിയാവോ? നമ്മുടെ സാധാരണ അരിയിൽ പ്രോട്ടീൻ ഉണ്ടാവും. ഒന്നും മനസ്സിലാവില്ല അല്ലെ? പ്രോട്ടീൻ എന്ന സാധനം മസിലിന്റെ ഒക്കെ ഗ്രോത്തിനുള്ള സാധനമാണ്. അതുണ്ടോ നമ്മുടെ ശരീരത്തില്? ഈ അരിയിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന വെള്ള അരിയില്, വെളുത്ത അരിയിൽ പ്രോട്ടീൻ ഇല്ല. മട്ട അരിയിൽ മേലെയുള്ള തവിടിനകത്താണ് പ്രോട്ടീൻ ഉള്ളത്. പ്രോട്ടീനും ചെറിയ അളവിലാണുള്ളെങ്കിലും ഉണ്ട്. ഒപ്പം തന്നെ ഫാറ്റ് ഉണ്ട്. എല്ലാ മിനറൽസും ഉണ്ട്. അതുകൊണ്ടാണ് തവിട് കളയാത്ത അരി മാത്രമേ കഴിക്കാവൂ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ചാമയിലുള്ള പ്രത്യേകത വെച്ചാൽ പ്രോട്ടീൻ ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. സിങ്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള മൂലകം. ചെറിയ അളവിൽ മതി, പക്ഷെ അത്യാവശ്യമാണ്. അത് ശരിക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂക്കിൽ മണം ഉണ്ടാവില്ല, ശരിക്കും ചെവി കേൾക്കില്ല, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് സംവേദന ഇന്ദ്രിയങ്ങളൊന്നും ശരിക്കും പ്രവർത്തിക്കില്ല. കണ്ണ് നേരെ കാണില്ല, ചെവി നേരെ കേൾക്കില്ല, രുചി നേരെ അറിയില്ല, മൂക്ക് നേരെ പ്രവർത്തിക്കില്ല, മണം അറിയില്ല. അതൊക്കെയാണ് അതിന്റെ കാരണം. സിങ്ക് കൃത്യമായിട്ട് കിട്ടി. അതുകൊണ്ട് പനി വരുമ്പോൾ പലപ്പോഴും രുചിയില്ലാത്തൊരവസ്ഥയൊക്കെ വരുന്നത് സിങ്ക് കുറഞ്ഞിട്ടാണ്. സിങ്ക് കഴിക്കണം. അതിന് ഈ സാധനം കഴിക്കുകയാണെങ്കിൽ സിങ്ക് ആവശ്യത്തിന് ഉണ്ടാവും. മാത്രമല്ല കൊളസ്ട്രോൾ, എത്ര കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് പടിപടിയായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ചാണകം. അല്ലെ, കൊളസ്ട്രോളിനോട് ഇപ്പൊ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വിശദമായിട്ട് കൊളസ്ട്രോളിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു ആവശ്യമുള്ള സാധനം. HDL കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ രണ്ടും ആവശ്യമുള്ള സാധനം. ആവശ്യമുള്ള സാധനം നമുക്ക് ആവശ്യമുള്ള അളവിലേ പാടുള്ളൂ. കൂടുതലായിട്ട് വരുമ്പോഴാണ് അത് കൊളസ്ട്രോൾ ജാസ്തി വരുന്നുണ്ട്, അത് രോഗമായിട്ട് മാറും. അപ്പൊ അതിനെ കുറയ്ക്കാനായിക്കൊണ്ട് ചാമ സഹായിക്കും. പിന്നെ മലബന്ധം മാറ്റും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞ മലബന്ധം വലിയ പ്രശ്നം ഉണ്ടാക്കും. എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം പലപ്പോഴും മലബന്ധമായിരിക്കും. അപ്പൊ അത് മാറ്റാനായിക്കൊണ്ട് സഹായിക്കുന്നതാണ്. നാഡീഞരമ്പുകളൊക്കെ നല്ല ഉഷാറാവും, തലച്ചോറ് ഉഷാറാവും. ഇതിനൊക്കെ നല്ലതാണ്. ഇത്രയും സംഗതികൾ ഇമ്പോർട്ടൻസ് ചാമയ്ക്കുണ്ട്. അപ്പൊ ചാമയുടെ സൂപ്പർ ഫുഡ് അല്ലേ ഇത്? അല്ലെ, നല്ല ഫുഡല്ലേ? നമ്മൾ 3 നേരം കഴിച്ചാലോ പ്രമേഹം പോവും, കംപ്ലീറ്റ് മാറും. പക്ഷെ പ്രമേഹം മാറണമെങ്കിൽ വേറെ ചില സംഗതികളും കൂടെ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ഒരു ഹോർമോൺ, ഒരു അഡീഷണൽ ഒരു ഹോർമോൺ കൂടെ കഴിക്കണം. ഗ്രോത്ത് ഹോർമോണാണ്. അത് എന്ത് കഴിക്കണം? അത് എവിടെയാ കിട്ടുക? തളിരിലകളിൽ ഉണ്ടാവും. തളിരിലകളിൽ നമ്മൾ ചീര നമ്മൾ കഴിക്കുന്ന തളിര് മുറിച്ച് കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺ, അഡീഷണൽ ഹോർമോൺ കിട്ടും. അപ്പൊ അത് പ്രമേഹത്തെ മാറ്റാൻ സഹായിക്കും. അയോഡിൻ വേണം. എല്ലാ ഹോർമോൺ ഡിസീസിനും ശരിയാക്കണമെങ്കിൽ അയോഡിൻ വേണം. തൈറോയിഡ് രോഗത്തിന് പ്രത്യേകിച്ച് കൂടുതൽ അയോഡിൻ വേണം. അപ്പൊ ആ അയോഡിനെ ശരിയാക്കാനായിക്കൊണ്ടുള്ള സംവിധാനം ചെയ്യാം. അയോഡിൻ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അകത്തിച്ചീര അത് വേണമെങ്കിൽ ഇല ഉണക്കി പൊടിച്ചിട്ട് അത് നമുക്ക് ഡെയിലി അല്പം വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയോഡിൻ കിട്ടും. അപ്പൊ ചെറിയ അളവിൽ ഈ സാധനം നിർബന്ധമായും പ്രമേഹ രോഗി കഴിക്കണം. അതാണ് ഒരു വേറെ സംഗതി. അതേപോലെ വേറെ കുറെ സാധനങ്ങളുണ്ട്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ കഴിക്കാവൂ. ഫൈബർ റിച്ച് പറഞ്ഞാൽ നാരുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കും. പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങളല്ല കഴിക്കേണ്ടതെന്ന് ചുരുക്കം. മനസ്സിലായി? കിഴങ്ങുവർഗ്ഗങ്ങളെക്കാളും കൂടുതൽ കഴിക്കേണ്ടത് ഈ കിഴങ്ങുവർഗ്ഗം. ഇപ്പൊ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ കിഴങ്ങുവർഗ്ഗങ്ങളിൽ പെടും. നമ്മൾ അങ്ങനെയല്ലേ പറയാ. കിഴങ്ങൊന്നുമല്ല, അത് കാണ്ഡമാണ്. അതുകൊണ്ട് ആ സാധനം കഴിക്കാൻ നല്ലതാണ്. അത് നിറയെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ മധുരക്കിഴങ്ങ്, ചക്രവള്ളിക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ പറയുന്ന സാധനമില്ലേ, ഗംഭീരമാണ്. പ്രമേഹം മാറ്റാൻ സുഖകരമായിട്ടുള്ള സംഗതി. ഇലക്കറികൾ മുഴുവൻ കഴിക്കണം. ഒരു ഇലക്കറി, എനിക്ക് ചീര ഇഷ്ടമാണ്, ചീര മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ ഇലക്കറികളുണ്ട് നമ്മുടെ നാട്ടില്. കോവയ്ക്കയുടെ ഇല കഴിച്ചൂടെ? ചേമ്പിന്റെ ഇല കഴിക്കാൻ പറ്റുന്ന ചേമ്പിന്റെ ഇലയുണ്ട്. അതിന്റെ പേരെന്താണ്? ചീരച്ചേമ്പ് എന്ന് പറയും. ഗംഭീര സാധനമാണ്. ഇല കറി വയ്ക്കാം. കാൽസ്യം റിച്ചാണ്. ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള സാധനമാണ് മുരിങ്ങ. കഴിച്ചൂടെ? മുരിങ്ങ എങ്ങനെയാണ്? ഒരു ബന്ധുക്കൾ ആരോ വരുന്നത്, അവര് മുരിങ്ങ, നമ്മൾ ദോഷക്കാരായിട്ട്. പഴയ ജനറേഷൻ അങ്ങനെ പറയാം. എന്റെ അമ്മയൊക്കെ പറയും, അയ്യോ അവര് മുരിങ്ങക്കൂട്ടാൻ കൊടുക്കണ്ട, നമ്മളെന്തോ മോശക്കാരായി എന്നാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രമേഹം മാറ്റണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള കുറെ സംഗതികളും കൂടെ
നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ നേരത്തെ ഇപ്പൊ പറഞ്ഞ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് പറഞ്ഞത്, അതുപോലെ ചായ തളിരിലയാണ്. തളിരില നുള്ളിയിട്ടാണല്ലോ അല്ലെ ആ ഇല, അതിൽ ഈ ഹോർമോൺ ഉണ്ട്. ചായ ഓർഗാനിക് ടീ ആണെങ്കിൽ അത് തിളപ്പിച്ചിട്ട് അതിന്റെ നീര് പഞ്ചസാര ഇടാണ്ട് പാലൊഴിക്കാതെ സുലൈമാനിയായിട്ട് കഴിക്കാം, നല്ലതാണ്. അത് പ്രമേഹത്തെ മാറ്റും. ഇനി വേറൊരു സാധനം പ്രമേഹത്തെ മാറ്റുന്ന സാധനം സൾഫറാണ്. സൾഫർ അടങ്ങിയിട്ടുള്ള പാൻക്രിയാസിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായിട്ട് ഒരു മൂലകമാണ് സൾഫർ. സൾഫർ അടങ്ങിയ സാധനം പടുവളങ്ങിയിൽ സൾഫർ ഉണ്ട്. പക്ഷെ വേവിച്ച സൾഫറൊക്കെ കുറെ നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പടവളങ്ങിയ ജ്യൂസ് അടിച്ചിട്ട് പിഴിഞ്ഞ് തുണിയിൽ പിഴിഞ്ഞിട്ട് പച്ചവെള്ളം പോലെ കിട്ടും, അത് കഴിക്കുക ഡെയിലി. ഉലുവയില് ഈ സാധനമുണ്ട്. അപ്പൊ കറികളിലൊക്കെ ഉലുവ ഇടുക. ഉലുവ മുളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് നമുക്ക് പ്രമേഹം 2 മാസം മാക്സിമം 3 മാസത്തിനുള്ളിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിന്റെ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതാണ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് നടത്തിയിട്ട് ഇപ്പൊ ഈ മാസം ടെസ്റ്റ് നടത്തി, അത് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് നടത്താം. അപ്പൊ ഇത് പടിപടിയായി കുറഞ്ഞിട്ട് 5.5 എപ്പോൾ എത്തുമോ ആ നിമിഷം എല്ലാ മരുന്നുകളും നിർത്തിക്കോളും. പിന്നെ മരുന്നിന്റെ യാതൊരു ആവശ്യമില്ല. ഓക്കെ, HbA1c ഒരു ആവറേജ് ടെസ്റ്റ് ആണത്. ആ ടെസ്റ്റ് നടത്തിയിട്ട് HbA1c 5.5 അതോ അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നും കഴിക്കാൻ കഴിയില്ല. മനസ്സിലായോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നടരാജൻ, അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ എത്ര HbA1c ടെസ്റ്റ് ചെയ്തു 5.3 ഉള്ളൂ. ഇനി എന്തിനാണ് മരുന്നിന്റെ ഒരു ആവശ്യമില്ലാതെ സ്റ്റോപ്പ് ചെയ്താൽ അത്ര ആവശ്യമുള്ളൂ. പിന്നെ ചോറ് കഴിക്കാവോ? അടുത്ത ചോദ്യം. ചോറാണ് ഈ രോഗത്തെ ഉണ്ടാക്കിയത്. ഗോതമ്പിലെ ഗ്ലൂട്ടനാണ് ഈ രോഗത്തെ ഉണ്ടാക്കിയത്. പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ രോഗം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? അപ്പൊ ചോറിനാൻ പറ്റില്ല അല്ലേ? എന്താ പറയുക, വലിയ അമൃതാണ് ഈ സാധനം. നമ്മളെല്ലാ ഭക്ഷണവും നമ്മൾ കഴിക്കണ്ടേ? ചോറ് മാത്രമല്ലല്ലോ ഭക്ഷണമായിട്ടുള്ളത്. അങ്ങനെ ചോറ് കഴിക്കണം നിർബന്ധമാണെങ്കിൽ തവിട് കളയാത്ത അരിയുടെ ചോറ് കഴിക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ല. മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞത്? ഈ രോഗത്തെ ഉണ്ടാക്കിയത് ഈ സാധനമാകുമ്പോ പിന്നെ നമ്മൾ അത് കഴിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സംശയങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. പിന്നെ രണ്ടാമത്തെ സംഗതി വരകാണ്. വരക് എന്താണ് വരക്? കോഡോ മില്ലറ്റ് എന്ന് പറയാം. മില്ലറ്റില് കോഡോ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ വരക്. വരകിന് കുറെ ഗുണങ്ങളുണ്ട്, ചില ദോഷങ്ങളുണ്ട്. അതിന് ദോഷവും പറയാം, ഗുണവും പറയാം. എന്താണ് ഗുണങ്ങൾ? ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖത്തെയും മാറ്റുന്ന സാധനമാണ് വരക്. ബ്ലഡ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന 5-5.5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. അത് ഹാർട്ടിന്റെ പമ്പിങ്ങിൽ ഗംഭീരമായിട്ട് ഓടി എല്ലായിടത്തും എത്തും.